പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9 മണി നേരത്തെ യേശു എലി എലി ലെമ്മ ശബക്താനി എന്നുറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. യേശു കർത്താവിൻ്റെ ക്രൂശ് പ്രേക്ഷിത ശുശ്രൂഷയുടെ ആകത്തുകയാണെങ്കിൽ താൻ ക്രൂശിൽ ചൊരിഞ്ഞ തിരുമൊഴികൾ ക്രൂശിത ജീവിതത്തിലേക്കുള്ള ക്ഷണവും അതിൻ്റെ വെളിപ്പെടുത്തലുമാണ് എന്ന് പറയുവാൻ സാധിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന അർത്ഥത്തിൽ അരാമ്യഭാഷയിൽ എലി എലി ലെമ്മ ശബക്താനി എന്ന് നിലവിളിച്ചു എന്ന് നാം വായിക്കുന്നു. വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും മാത്രം ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തിന് നിരവധി ചോദ്യങ്ങൾക്ക്, ചർച്ചകൾക്ക് ഈ ചോദ്യം അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് വഴിതെളിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇതൊരു പരാജിതൻ്റെ രോദനമായി ഒരുപക്ഷെങ്കിൽ ചിലർ ചിത്രീകരിച്ചേക്കാം. എന്നാൽ താൻ പ്രലോഭന വേളകൾ മുതൽ ക്രൂശിലെ അവസാന പ്രാർത്ഥന വരെയും നിരവധി സാഹചര്യങ്ങളിലായിട്ട് പഴയ നിയമത്തിലെ പല വാക്യങ്ങളും ഉദ്ധരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഏതാണ്ട് 78 പ്രാവശ്യം പഴയ നിയമത്തിലെ പല വാക്കുകൾ ഉപയോഗിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്. ഇവിടെ 4-ാം മൊഴിയിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് 22-ാം സങ്കീർത്തനം പറയാനായിട്ട് ആരംഭിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നിരാശയിൽ ആരംഭിച്ച് പ്രത്യാശയിൽ പൂർത്തിയാവുന്ന ഈ സങ്കീർത്തനം ഒരുപക്ഷെങ്കിലും മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഓർക്കുക, അതുറക്കെ ഉച്ചരിക്കുവാനായിട്ട് ആരംഭിക്കുക എന്നത് തീർച്ചയായും യേശു കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെ അടയാളപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വചനം വഴി ദൈവത്തിൽ ഒടുവിലത്തെ അഭയം കണ്ടെത്തുന്ന മനുഷ്യജീവിതത്തിൻ്റെ പ്രതിനിധിയാവുകയാണ് ക്രൂശിതനായ യേശു കർത്താവ്. അതുകൊണ്ട് തന്നെ 4-ാം മൊഴി രക്ഷാകരമാണ് എന്ന് പറയുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ഒഴിവാക്കപ്പെട്ടവനായും പരിത്യജിക്കപ്പെട്ടവനാകുമായും എന്നൊരു പ്രവാചന നിവൃത്തിയായിരുന്നു യേശു കർത്താവ് ക്രൂശിൽ അഭിമുഖീകരിക്കുന്നത്. അവൻ ഒഴിവാക്കപ്പെട്ടവനായി പരിത്യജിക്കപ്പെട്ടവനായി ക്രൂശിൽ അഭിമുഖീകരിക്കുന്ന ചിത്രം നമ്മൾ കാണുകയാണ്. അതായത് ഒറ്റപ്പെടലിൻ്റെയും അശക്തിയുടെയും നടുവിൽ പീഡിത സമൂഹം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷെ നമ്മളും ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം, എന്താണ് എന്നെ കൈവിട്ടത്? എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ മനുഷ്യനെ പ്രതി യേശു കർത്താവ് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ വിലാപം ദൈവത്തിൻ്റെ വേദനയായി പരിണമിക്കുകയാണ്. സർവോപരി ദൈവപുത്രൻ നിസ്സഹായതയിൽ ചേർത്ത് വയ്ക്കപ്പെട്ടത് മനുഷ്യൻ്റെ മുഴുവൻ വേദനകളാണ് എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു എന്ന ചോദ്യം ചില അമ്പരപ്പുകളോടെ, ആവലാതികളോടെ ക്രൂശിതൻ്റെ ഏകീഭാവമായി പിതാവിനോടുള്ള ചോദ്യമായി മാറുകയാണ്. നമുക്കറിയാം, ദൈവമില്ലായ്മയുടെ ശൂന്യത വരുത്തുന്ന നരകാനുഭവത്തിൽ യേശു കർത്താവ് പങ്കാളിയാകുന്നതിൻ്റെ അടയാളം കൂടിയാണ് ഒരുപക്ഷെങ്കിൽ ഈ മൊഴി എന്ന് പറയുന്നത്. നരകത്തെ അത് ആക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ അസാന്നിധ്യമാണെങ്കിൽ, നരകത്തിൽ ദൈവമില്ല എങ്കിൽ ദൈവമില്ലാത്തതെല്ലാം നരകതുല്യമാണ് എന്ന് ഞാൻ നിങ്ങളും ഓർക്കണം. ഇവിടെ
അവൻ പാതാളത്തിലേക്ക് മരിച്ചവരിലേക്ക് ഇറങ്ങി എന്ന വിശ്വാസ പ്രഖ്യാപനത്തിൽ നാം സ്മരിക്കുന്നതും യേശുവിൻ്റെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ വിശ്വാസ സമൂഹത്തിന് പ്രത്യാശ യേശു ഉച്ചരിച്ചു തുടങ്ങിയ 22-ാം സങ്കീർത്തനത്തിൻ്റെ പൂർണ്ണതയാണ്. അർത്ഥപ്രാണനായ മനുഷ്യൻ അല്ലെങ്കിൽ ക്രൂശിതൻ 31 വാക്യങ്ങൾ അല്ലെങ്കിൽ 31 വാക്യങ്ങളിൽ കേവലം ഒരു വാക്യം മാത്രമേ ഉച്ചത്തിൽ പറയാനായുള്ളൂ. ഉച്ചത്തിലല്ലെങ്കിലും പ്രാർത്ഥന തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസ സമൂഹം യേശു കർത്താവിൻ്റെ 4-ാം മൊഴിയുടെ പൂർണ്ണത തിരിച്ചറിയുന്നത് ദൃഢമായ വിശ്വാസത്തിലും വിമോചനത്തിലും അത് കൈവരുത്തുന്ന പ്രത്യാശയിലുമാണ്. ഒരു പ്രത്യാശ എനിക്ക് നിങ്ങൾക്കും പ്രദാനം ചെയ്യുകയാണ്. നിസ്സഹായനായ മനുഷ്യൻ പലപ്പോഴും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം, എന്താണ് എന്നെ കൈവിട്ടത്? എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ക്രൂശിലെ 4-ാം മൊഴിയുടെ പൂർണ്ണത നമ്മുടെ വിശ്വാസ അനുഭവമായി മാറുകയാണ്. യോശുവ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 18-ാം വാക്യം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഈ വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ മൊഴിയുടെ താൻ ഉച്ചരിച്ച ആ മൊഴിയുടെ പ്രത്യേകത ആഴമായി കാണുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, നാം നിസ്സഹായരാണ്. നിസ്സഹായതയുടെ നടുവിൽ പലപ്പോഴും നാം ചോദിച്ചു പോകാറുണ്ട്, എന്താണ് എന്നെ കൈവിട്ടത്? എന്നാൽ അതിൻ്റെ മറുവശത്ത് ചില അഹന്തയുടെ നടുവിൽ, ചില നിഗളങ്ങളുടെ നടുവിൽ നാം പലപ്പോഴും ഈ ചോദ്യം ചോദിക്കാറുമില്ല. നിസ്സഹായത നമ്മെ ചില ചോദ്യങ്ങളിലേക്ക് എത്തിച്ചു നിൽക്കും. നിസ്സഹായത ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ എന്നെ നിങ്ങളെയും പ്രാപ്തമാക്കും. എന്തിനാണ് മനുഷ്യൻ നിസ്സഹായനാണെങ്കിൽ എന്തിനാണ് ഇത്രമാത്രം പലതിനോടും നാം നിഗളിച്ചു പോകുന്നത്? എന്തിനാണ് നാം അഹന്തയിൽ ജീവിക്കുന്നത്? ചില ചോദ്യങ്ങൾ നാം ചോദിക്കുന്നെങ്കിൽ ഇവിടെ യേശു കർത്താവ് തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ്, എന്താണ് എന്നെ കൈവിട്ടത്? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നാം എന്തിനാണ് നിസ്സഹായരായ മനുഷ്യനായി നാം എന്തിനാണ് നിഗളിച്ചു പോകുന്നത്? ചില നാളുകൾക്ക് മുമ്പ് എന്നോടൊരാൾ സംസാരിച്ച ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി ഉണ്ടായ വയനാട് ദുരന്തം. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 4 പ്രാവശ്യം ആ സ്ഥലത്ത് പോകുവാനും അവിടുത്തെ ക്രമീകരണങ്ങളിൽ ഭാഗമാകുവാനും സാധിച്ചു. എന്നാൽ ആദ്യ പ്രാവശ്യം പോകുമ്പോൾ ഈ പ്രയാസമുണ്ടായി ചില ദിനങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പോയത്. അവിടെ എത്തി എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന ഒരുപറ്റം മനുഷ്യർ അവർ അടുക്കിലേക്കെത്തി. തലകുനിച്ച് നിൽക്കുകയാണ്. പറയാൻ വാക്കുകളില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ പ്രയാസമുണ്ടായ സ്ഥലത്ത് എത്തി. നമ്മൾ ടി വിയിൽ കണ്ട കാഴ്ചകൾക്കപ്പുറമായ ഒരു നേർക്കാഴ്ച ഉള്ളിനെ വല്ലാതെ പിടയ്ക്കുകയുണ്ടായി. അതിനുശേഷം കൂട്ടസംസ്കാരം നടന്ന പുത്തുമലയിലേക്ക് എത്തിച്ചേർന്നു. ആ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അറിയാതെ ഒപ്പമുണ്ടായിരുന്നവർ വിലപിക്കുവാൻ തുടങ്ങി. എനിക്ക് പ്രിയമുള്ളവരെ, ഒരു പാട്ടിൻ്റെ ഒരു ചരണം മുഴുവിപ്പിക്കാതെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് മടങ്ങി വാഹനത്തിലേക്ക് നടക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവാവ് എന്നോട് ചോദിച്ചു, അച്ഛാ, നമ്മൾ ഇത്രയും നിസ്സഹായരാണെങ്കിൽ, നാം ഒന്നുമില്ല എങ്കിൽ നാം എന്തിനാണ് ഇത്രയും ജീവിതത്തിൽ നിഗളിക്കുന്നത്?
നാം എന്തിനാണ് പലതിനോടും പടവെട്ടുന്നത്, പലതിനോടും പോരടിക്കുന്നത്? നാം എന്തിനാണ് ജീവിതത്തിൽ അഹങ്കരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്? എന്നെ മറുപടിയില്ലാതെ വിഷമിപ്പിച്ച ഒരു നിമിഷമായിരുന്നു. പലപ്പോഴും നിസ്സഹായരായ നാം ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നിസ്സഹായ നിമിഷങ്ങളിൽ മാത്രം ചോദിക്കുകയാണ്, എന്താണ് എന്നെ കൈവിട്ടത്? ജീവിതത്തിൽ സമൃദ്ധിയുടെ മധ്യത്തിൽ, ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ മധ്യത്തിൽ ഈ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ അഹന്തയും നമ്മുടെ നിഗളങ്ങളും നമ്മുടെ നാം എന്ന ഭാവത്തെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നാം ഏതുമില്ല എന്ന സ്വയസമർപ്പണത്തിൽ അവനോടൊപ്പം യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഈ ഇമ്പകരമായ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലതകൾ നിങ്ങളെ അകറ്റിയാലും നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് നുറുക്കപ്പെടാം. നിസ്സഹായരായ നാം അവനോടൊപ്പം നമുക്ക് നുറുക്കപ്പെടാം. അങ്ങനെയെങ്കിൽ ഈ ദിനം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകും. ഒരു വലിയ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ഒരു നാളും നാം അനാഥരായി മാറുകയില്ല. അനുദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ.